ഹായ് ഓൾ. ഇന്ന് നമ്മൾ CSIR നെറ്റിനും അതുപോലെ തന്നെ ഗേറ്റിൻ്റെയും ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ കൺസെപ്റ്റുമാണ് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം കൊടുത്തേക്കുന്നത് ഗേറ്റിൻ്റെ സിലബസാണ്. ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും വിഷമിക്കണ്ട, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. എന്നാലും നോക്കിയേ, ഇത് ഗേറ്റിൻ്റെയാണ് മിസ്സ് കൊടുത്തേക്കണത്. അപ്പോൾ നോക്കി, ഇതിൻ്റെ അകത്ത് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ അകത്ത് റീസണിങ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ആ റീസണിങ്ങിലെ ഒരു ടോപ്പിക്കാണ്, റീസണിങ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിലെ ഒരു സബ് ടോപ്പിക്കാണ് ഇന്ന് മിസ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ CSIR നെറ്റിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാലും ഇത് എന്താണ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. അതിൻ്റെ സിലബസിൽ നോക്കിയേ, റീസണിങ് എന്ന് പറയുന്ന എന്താണ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മിസ്സ് ഇപ്പം നോക്കാൻ പോകുന്നത് കോഡിങ്ങും ഡീകോഡിങ്ങിനെയും കുറിച്ചാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് റീസണിങ്ങിലെ കോഡിങ് ആൻഡ് ഡീകോഡിങ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം കളയാതെ പോവാം. അപ്പോൾ എന്താണ് കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് ആദ്യം അറിയണം. ഇപ്പോൾ കോഡിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയാണ്, എനിക്കൊരു സീക്രട്ട് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഇൻഫോർമേഷൻസ്, പക്ഷെ മറ്റ് ആൾക്കാരും കേൾക്കാൻ പാടില്ല, അങ്ങനെ ഒരു ഇൻഫോർമേഷൻ എനിക്കുണ്ട്. ആ ഇൻഫോർമേഷൻ എനിക്കൊന്ന് പാസ് ചെയ്യണം. അതായത് ഒരാളോട് മാത്രമേ ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ സീക്രട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കി ആരെങ്കിലും അറിഞ്ഞാൽ വലിയ കുഴപ്പമാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു അതായത് ആ ഒരു ഇൻഫോർമേഷൻ എനിക്ക് ലൂപ്പ് എന്നുള്ളൊരു ഇൻഫോർമേഷനാണ് എനിക്ക് പാസ് ചെയ്യേണ്ടത്, പക്ഷെ മറ്റാരും അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പല രീതിയിൽ എനിക്കിതിനെ മാറ്റാം. മിസ് ആദ്യം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ലൂപ്പ് എന്നുള്ളതിനെ മാറ്റാനായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, മിസ് ഇതിനെ അങ്ങ് റിവേഴ്സ് ചെയ്യുക. അപ്പം POOL എന്നായി, അതായത് റിവേഴ്സ് ഓർഡറിൽ അങ്ങ് പോവാം. അപ്പോൾ ഇത് എങ്ങനെ വായിക്കും? പൂൾ. പക്ഷേ ഞാനപ്പം ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്, ആളോട് ഞാൻ പറയുന്നുണ്ട് എന്ത് ചെയ്താൽ മതി, ഞാൻ തരുന്ന സീക്രട്ടിനെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ റിവേഴ്സ് ഓർഡറിലൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു റൂൾ അറിയാവുന്ന ആൾ ഇതിനെ റിവേഴ്സ് ഓർഡറിൽ വായിച്ച് നോക്കും. അപ്പോൾ അയാൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ലൂപ്പെന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. പക്ഷെ വേറൊരാൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ ഇൻഫോർമേഷൻ ആരുടെയും കൈ കൊടുത്തു വിടുവാണെങ്കിൽ അവർ വായിക്കുന്നത് പൂളെന്നായിരിക്കും. പക്ഷേ ആ കിട്ടുന്ന ആ ബേസിക് റൂൾ അറിയാവുന്ന ആൾ വായിക്കുന്നത് കറക്റ്റ് ഞാൻ പറയുന്ന കാര്യമായിരിക്കും. അങ്ങനെ എനിക്ക് വേണ്ട കാര്യത്തിനെ വേറൊരു രീതിയിൽ, ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എഴുതുന്നതിനെയാണ് കോഡെന്ന് പറയുന്നത്, കോഡിങ് എന്ന് പറയുന്നത്. അതിനെ അറിയാവുന്ന ആൾ ആ റൂൾ ഉപയോഗിച്ച് ആ കോഡഡ് ആയിട്ടുള്ള സംഭവത്തെ മാറ്റി കറക്റ്റ് വായിക്കുന്നതിനെയാണ് ഡീകോഡ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന വിധത്തിലാണ് പറഞ്ഞു തന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കോഡിങ്ങും ഡീകോഡിങ്ങും. ഇനി ഞാൻ പറഞ്ഞു, ഞാൻ ലൂപ്പെന്ന് പറയുന്ന ഒരു സീക്രട്ടിനെ റിവേഴ്സ് ഓർഡറിലാണ് എഴുതി അയച്ചത്. ഇനി അത് മാത്രമല്ലടാ, പല റൂൾസിൽ നമുക്ക് ഈ ഒരു സീക്രട്ടിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ സീക്രട്ടായിട്ടുള്ള റൂൾസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും. അപ്പോൾ ഒരു സീക്രട്ടിനെ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനെ എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള പല തരത്തിലുള്ള ടൈപ്സ് ഓഫ് കോഡിങ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ആ ഓരോ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട്, ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു ടൂളുണ്ടല്ലോ, ആ റൂൾസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു ടൂള് പഠിക്കണം. ആ ടൂളെന്ന് പറയുന്നത് ശരിക്കും ABCD ഫുൾ അറിഞ്ഞിരിക്കണം. ഇതിപ്പോൾ എന്താ ഇത്ര പുതുമ, എനിക്ക് ABCD അറിയാമല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും പറയുന്ന ABCD അല്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും പൊസിഷനും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പോകുമ്പോൾ നമ്മളെക്കാട്ടിലും സ്മാർട്ടറായിട്ടുള്ള ആൾക്കാർ അതിൽ കോമ്പറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു വേർഡിൻ്റെ പൊസിഷൻ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ ABCD എഴുതി സമയം കളയാനായിട്ട് നമുക്കില്ല. അപ്പോൾ അതിൻ്റെ ഓരോ പൊസിഷനും അതിൻ്റെ റിവേഴ്സിങ്ങും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെ അറിഞ്ഞിരിക്കും എന്ന് വെച്ചാൽ അതിനൊരു ക്ലൂ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ വളരെ കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു ക്ലൂ എന്ന് പറയുന്നത്, അപ്പോൾ ക്ലൂ എഴുതി പോകുന്നതായിരിക്കും നല്ലത്. നോക്കിയേ, ഒരു ക്ലൂ ഞാൻ പറയുന്നതാണ്.
ഇജോട്ടി. ഇതിനെ വായിക്കുന്നത് ഇജോട്ടി എന്നാണ്. ഓക്കെ, അപ്പം ഇജോട്ടി എന്ന് വെച്ചാൽ EJOTY എന്ന് തുടങ്ങുന്ന ആൽഫബറ്റ്സിനെയാണ് ഇജോട്ടി എന്ന് വായിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയും അടുത്തത് നോക്കേണ്ടത് ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ 5ൻ്റെ മൾട്ടിപ്പിൾസാണ്. അതായത് 5, 10, 15, 20, 25. വൈ വരെയല്ലേ ഉള്ളു, പിന്നെ ഇത്രയല്ലേ ഉള്ളു. അപ്പം ഇതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസാണ്. എന്ന് വെച്ചാൽ E എന്ന് പറയുന്നത് പൊസിഷൻ 5 ആണ്, J 10 ആണ്, O എന്ന് പറയുന്നത് 15 ആണ്, T 20 ആണ്, Y എന്ന് പറയുന്നത് 25 ആണ്. ഇതാണ് ആദ്യം ഓർക്കേണ്ടത്. അപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് 5 ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്ലൂ. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനിയും ഇപ്പം ഇതിൻ്റെ നോട്ട് ഞാൻ താഴോട്ട് വരുമ്പോൾ ഉണ്ട് കേട്ടോ, അപ്പോൾ വിഷമിക്കേണ്ട, ഇത് നോക്കുക. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിക്കേ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയും അടുത്ത കേസ്, ബാക്കി ഇത്രയും ലെറ്റേഴ്സ് അല്ലല്ലോ, ബാക്കി ലെറ്റേഴ്സ് ഇല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ഓർഡറിൽ പോവാം അല്ലേ. ഏതായാലും ഇത്രയും ലെറ്റേഴ്സ് നമുക്കറിയാമല്ലോ. ABCDE വരെ നമുക്കറിയാം. E നമ്മൾ പറഞ്ഞു 5ാമത്തെ പൊസിഷനാണ്. ബാക്കി നമുക്ക് ഏകദേശമൊക്കെ അറിയാം അല്ലേ. ഇനി നമുക്ക് F തൊട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. എഫ് നോക്കിക്കേ. എഫ് നമുക്ക് ശരിക്കും എഫിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? 6 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റില്ലേ? 6 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റില്ലേ? അപ്പോൾ എഫിൻ്റെ സ്ഥാനം 6 ആണ്. ഓക്കെ, എഫ് 6 ആണ്. ഇനി അടുത്തത് G ആണ്. G നോക്കിക്കേ. G കണ്ടോ, ഇവിടെ തന്നെ ഉണ്ട്, ലെറ്ററിൽ തന്നെ ഉണ്ട് അതിൻ്റെ നമ്പർ. കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ. അപ്പോൾ അത് എത്രയാണ്? 7 ആണ്. ജിക്ക് താഴെ ഒരു 7 പോലെ ഇല്ലേ, അപ്പോൾ അത് 7 ആണ്. ഇനിയും എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ. ഈ എച്ചിനെ മേളിലും താഴെയും ഒരു വര വരച്ചാൽ 8 അല്ലേ. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 8 ആണ്. ഇപ്പം ചിലപ്പം മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ എളുപ്പമായിരിക്കും. എന്നും ഒന്ന് ജസ്റ്റ് എല്ലാ ദിവസവും ഒന്ന് ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഐക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ അപ്പം പറയുന്നത് I9 എന്ന് ഓർക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഓർക്കാൻ വേണ്ടി അങ്ങനെ ഓർക്കാം, I9. ഇനി നമ്മൾ J ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, മറ്റേ ഇജോട്ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. J എന്ന് പറയുന്നത് മറ്റേ മൾട്ടിപ്പിൾ ഓഫ് 5ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 10 ആണ്, അല്ലെങ്കിൽ J10 എന്ന് ഓർക്കുക. J10 അല്ലെങ്കിൽ ഇജോട്ടി എന്ന് പറഞ്ഞ് മിസ് ആദ്യം പറഞ്ഞില്ലേ, ആ ക്ലൂ ഓർക്കുക. ഇനിയും J കഴിഞ്ഞാൽ K ഓർക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയേ. K എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഒരു വര വരച്ച് ഇങ്ങനെ. അത് ഇത് 1 അപ്പോൾ അത് 11, അതായത് 2 വരയല്ലേ 11. അപ്പോൾ ഈ വരയോ മിസ് എന്ന് ചോദിക്കരുത്, ഈ 2 വര മാത്രം നമ്മൾ ഓർത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ 11. കെയുടെ പൊസിഷൻ 11. ഇനി L നോക്കി. L മിസ് എങ്ങനെയാണ് പഠിക്കണേ നോക്കി. L ഇത് 1, ഇത് കണ്ട് ഇതിനെ നമുക്കിങ്ങനെ 2 എന്ന് എഴുതാൻ പറ്റത്തില്ലേ. അപ്പോൾ 1 ഉണ്ട് 2 ഉണ്ട്, കണ്ടോ 1 ഉണ്ട് ഇങ്ങനെ 2 ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ K ആണ്. L 12. L കഴിഞ്ഞാൽ പിന്നെ എന്താണ്? M എന്ന് പറയുന്നത്, എമ്മിനെ നമുക്ക് ഒരു മിനിറ്റ്, എമ്മിനെ നോക്കിയേ. എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എമ്മിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കിയേ. 3 ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? എം എന്ന് പറയുന്നത് തിരിച്ചിട്ട 3 ആണ്. അയ്യോ, സാരമില്ല. എമ്മിനെ തിരിച്ചിട്ട 3 ആണ്. ഇതിൻ്റെ നോട്ട് ഞാൻ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എമ്മിനെ തിരിച്ചിട്ടാൽ 3 ആണ്. പക്ഷേ 3 എന്ന് പറയുന്നത് ABC, C ആണ് 3. പക്ഷേ എം കുറച്ചങ്ങോട്ട് കഴിഞ്ഞുള്ള ആൽഫബറ്റ് ആയതുകൊണ്ട് 13 എന്നിട്ടു. 13, M 13. ഇനി അടുത്തത് N പഠിച്ചേ മതിയാകത്തുള്ളൂ. 14. എന്തെങ്കിലും ഒരു ക്ലൂ വെക്കുക. N 14. വേണമെങ്കിൽ നമുക്കിതിനെ 4 ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ 14 എന്ന് പഠിക്കാം കേട്ടോ. ഇപ്പം മിസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോക്കോ. N എന്ന് പറയുന്നത് 14 ആണ്. ഇനി അടുത്തത് O എന്ന് പറയുന്നത് 15 ആണ്. M പഠിച്ചു കഴിഞ്ഞാൽ M കഴിഞ്ഞിട്ട് MNO അങ്ങനെ പെട്ടെന്ന് നമുക്ക് പറയാമല്ലോ. M 13 ആണെങ്കിൽ N 14, O 15. ഓക്കെ, ഇനി P എന്ന് പറയുന്നത് 16 ആണ്. പിയും എങ്ങനെയും പഠിച്ചു വെക്കാം.
പി, പി ഫോർ 16. ഇതും ഇങ്ങനെ 6 ആയിട്ട് എഴുതാമെന്നുള്ള കൺസിഡറേഷൻ തന്നെയാണ് പിക്കും ഉള്ളത്. പിയും എഫും ഒക്കെ നമുക്ക് 6 ആയിട്ട് എഴുതാം. നോക്കിക്കേ അല്ലേ, എഫിനെ ഇങ്ങനെ എഴുതാം, പിയിനെ നമുക്ക് 6 ആയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ പി എന്ന് പറയുന്നത് 16, അതും ഓർത്തിരിക്കുക കേട്ടോ, പി ഓർത്തിരിക്കുക. ക്യൂ എന്ന് പറയുന്നത് നോക്കി, ക്യൂവിൻ്റെ അവിടെ ഇങ്ങനെ 7 പോലെ ഒരു വള്ളിയില്ലേ, ക്യൂ കണ്ടോ 7. അപ്പോൾ 7 ഓൾറെഡി നമ്മൾ എഴുതി. അപ്പം 7 ഏതിനാണ് നമ്മൾ എഴുതിയെന്ന് ഓർമ്മയുണ്ടോ? ജിക്കാണ്, കാരണം ജിയുടെ താഴേക്കൊരു ലൈൻ ഇല്ലായിരുന്നോ, അപ്പോൾ അത് 7 ആയിട്ട് കണ്ടു. ക്യൂ 17. ഇനിയും 6 പഠിച്ചു വെച്ചേ പറ്റുള്ളൂ, 18. 6 18. ഓക്കെ, ഇനിയും നല്ലൊരു കളർ എടുക്കട്ടെ. ഓക്കെ, ഇനി എസ് നോക്ക്, എസ് 19. അതെങ്ങനെയാണ് ഓർക്കാമെന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ലേ 90s എന്നാൽ 20s എന്ന് പറയത്തില്ലെന്ന് വെച്ചാൽ പറയും, പക്ഷെ കുറച്ചും കൂടെ ഈഗറായിട്ട് നമുക്ക് രസം തോന്നുന്നത് 90s അല്ലെങ്കിൽ 90s അല്ലെങ്കിൽ 90s എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം അത് ഓർക്കാം. അപ്പം ഇതാണ് ഓർക്കേണ്ടത്. അപ്പം 90, എസ് എന്ന് പറയുന്നത് 90s. ഓക്കെ, ടി എന്ന് പറയുന്നത് 20, അത് ഓർക്കാൻ എളുപ്പമാണ്, T20, അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിളിലും കയറി വരുന്നുണ്ട് T20. യു 21, ഇതെങ്ങനെ ഓർക്കുക? നീ, യു എന്ന് വെച്ചാൽ നീ എന്നല്ലേ, നീ ഇപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് സെഞ്ച്വറിയിലാണ്? ഞാൻ 21-ാം നൂറ്റാണ്ടിലാണ് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് 21 എന്നുള്ളൊരു ക്ലൂ ആണ് പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചത്. ഇനി വി എന്ന് നോക്കിയേ, വി എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ടീനേജേഴ്സൊക്കെ കാണുന്ന ഒരു ഇതാണ് ഇങ്ങനെ വിക്ടറി അല്ലേ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വി. അപ്പോൾ വി നമ്മൾ 2 കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ 22 വി. കാരണം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ 2ൻ്റെ ആകൃതിയിലല്ലേ വെക്കുന്നത്, അപ്പോൾ 2ഉം കൂടെ 22 എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡബ്ല്യു പഠിച്ചേ പറ്റുള്ളൂ, 23. യു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റും. ഡബ്ല്യു, പിന്നെ എന്താണുള്ളത്? ഡബ്ല്യു. എക്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, 24. എക്സ് വൈ, അതൊക്കെ നമുക്ക് ലാസ്റ്റിലോട്ടുള്ളതായതുകൊണ്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ ക്ലൂ ഇല്ലാതെ പറഞ്ഞു തന്നത്, അല്ലെ പഠിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് നോക്കൂ. N14, അത് ഒന്ന് ഓർത്തിരിക്കുക. P16, P16, R18. ഓക്കെ, ദെൻ നമുക്ക് ക്ലൂ ഇല്ലാത്തത് W, ദാറ്റ് ഇസ് 23. ഈ W ക്ലൂ വേണ്ട ആവശ്യമില്ല, കാരണം VWXYZ എന്ന് പറഞ്ഞങ്ങ് പോയാൽ മതിയാകും. അതുപോലെ തന്നെ O15. ഈ എന്നിനും ഒയ്ക്കും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം M13 എന്ന് പഠിച്ചാൽ MNO അങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കണത്, കണ്ടോ? ഈ ജോട്ടി, അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും പൊസിഷൻസും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് നോക്കൂ. അടുത്തത് പഠിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം റിവേഴ്സാണ്. ഇതിൻ്റെ എല്ലാം റിവേഴ്സ്. എയുടെ റിവേഴ്സ്, ബിയുടെ റിവേഴ്സ്, സിയുടെ റിവേഴ്സ്, ഡിയുടെ റിവേഴ്സ്, ഇങ്ങനെ എല്ലാത്തിൻ്റെയും റിവേഴ്സാണ് മിസ് എഴുതി വച്ചേക്കുന്നത്. അപ്പോൾ അതും ഒരു ക്ലൂ ഉപയോഗിച്ച് പഠിക്കണം. ഓക്കെ, ഇതെന്തിനാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം എയുടെ റിവേഴ്സ് എന്താണെങ്കിലും നമുക്കറിയാം. അതായത് നോക്കിക്കേ, റിവേഴ്സ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് പഠിക്കാനായിട്ട് എം വരെ എഴുതുക. എം വരെ എഴുതുക, അത് കഴിഞ്ഞ് എമ്മിൻ്റെ അവിടെ നിന്ന് എൻ തൊട്ട് എഴുതി തുടങ്ങുക. അപ്പോൾ റിവേഴ്സ് പഠിക്കാനായിട്ട് എയുടെ റിവേഴ്സ് ഇസഡ് ആണ്, ബിയുടെ റിവേഴ്സ് വൈ ആണ്. അതെങ്ങനെ ഓർക്കുക? നമ്മൾ സാധാരണ ബൈ എന്ന് എഴുതത്തില്ലേ, അത് ഓർത്താൽ മതി. അപ്പോൾ ബിയുടെ റിവേഴ്സ് വൈ ആണ്, സിയുടെ റിവേഴ്സ് എക്സ് ആണ്. നമ്മൾ എന്താണ് CX കോൺസ്റ്റൻ്റ് ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ അങ്ങനെയൊക്കെ എഴുതില്ലേ, അത് എയുടെയും ബിയുടെയും കൂടെ ഒക്കെ എഴുതും. പക്ഷേ എയുടെയും ബിയുടെയും റിവേഴ്സ് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് ഒരു ഇക്വേഷനിൽ നമുക്ക് കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ എക്സ് ചേർത്ത് എഴുതുന്ന പോലെ ഒന്ന് ഓർത്താൽ മതിയാകും. ഡിയുടെ കൂടെ ഡബ്ല്യു, ഡി ഡബ്ല്യു. ഓക്കെ, ഇയുടെ കൂടെ വി. നമ്മൾ കുഞ്ഞിലെ EVS എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് പഠിച്ചത് ഉണ്ടോ? നിങ്ങൾക്കുണ്ടായിരുന്നോ എനിക്കറിയില്ല. അപ്പോൾ EVS എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഇയും വിയും അങ്ങ് എടുക്കും, എസ് വേണ്ട, ഇയും വി. അപ്പോൾ ഇയുടെ റിവേഴ്സ് എന്ന് പറയുന്നത് വി ആണ്. ഇനി നോക്കൂ,
അടുത്തത് ഏതാണെന്ന് നോക്കൂ. എഫ് മിസ്സ് പറയാണ് ഫൺ എന്ന് എഴുതത്തില്ലേ, ഫൺ. അപ്പോൾ എഫും യുവും എൻ അങ്ങ് കളയുക. അപ്പോൾ എഫിൻ്റെ റിവേഴ്സ് യു. GT നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. HS എങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയാം, ഹരിശ്രീ. ഹരിശ്രീ എന്ന് പറയുന്നൊരു പേരെടുക്കുക. അപ്പം എച്ചും എസ്സും എന്താണ്, ഹരിശ്രീ എന്നൊരു പേരെടുത്താൽ നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. എച്ചിൻ്റെ റിവേഴ്സ് എസ്. ഓക്കെ ആണോ? ഓക്കെ. ഇനിയും അടുത്തത് IR. IR എന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് നമുക്കറിയത്തില്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ വരുന്ന ഒരു റേഡിയേഷനാണ് ഇൻഫ്രാറെഡ്. അപ്പം ഐയുടെ റിവേഴ്സാണ് R. ഇനിയും JQ എങ്ങനെ ഓർക്കാം? നമുക്കൊരു കാർഡ്സ് കളിക്കത്തില്ലേ നമ്മൾ, അതിൽ ജാക്കുണ്ട്, ജാക്ക്, ക്യൂൻ. കിങ്ങും ക്യൂനൊന്നും ഓർക്കരുത്, എന്നാൽ തെറ്റിപ്പോകും. JQ എന്ന് വെച്ചാൽ ജാക്കും ക്യൂനും. അടുത്തത് നോക്കൂ, അടുത്തത് KP അല്ലേ, KP. അത് ഓർത്ത് വെക്കുക കേട്ടോ. PK അല്ലെങ്കിൽ KP എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ യെല്ലോ എന്ന് വെച്ചാൽ ലവ് എന്ന് നമ്മൾ എഴുതുന്നത് VE അങ്ങ് മാറ്റുക. ലവ് ഓർത്ത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ റിവേഴ്സും കിട്ടും കേട്ടോ. അതായത് ലവ് എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചാൽ ഓയുടെ റിവേഴ്സ് L എന്നും അതുപോലെ തന്നെ ഇയുടെ റിവേഴ്സ് V, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ റിവേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ. ഇനിയും MN ഓർത്ത് വെക്കുക. MN ഒരു എലമെൻറ്റിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് MN ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഓർക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് MN എന്ന് ഓർക്കാം. അപ്പോൾ നിങ്ങൾ ക്ലൂ പഠിക്കുമ്പോൾ ഒരു കാര്യം മിസ് പറയട്ടെ, ക്ലൂ പഠിക്കുമ്പോൾ എന്തിൻ്റെയൊക്കെയാണ് ക്ലൂ എന്ന് ഓർത്ത് വെച്ചോണം. അതായത് പൊസിഷൻ പറഞ്ഞപ്പോൾ എന്തൊക്കെ ക്ലൂവാണ് പഠിച്ചത്, റിവേഴ്സ് വെച്ചപ്പോൾ എന്തൊക്കെ ക്ലൂവാണ് പഠിച്ചത്, അതുപോലെ തന്നെ ABCDയുടെ എല്ലാ കറക്റ്റ് പൊസിഷൻസും പഠിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല, പക്ഷേ 2-3 ദിവസം കൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ പൊസിഷൻ നന്നായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ സമയത്തിന് ചെയ്യാൻ പറ്റില്ല. ABCD എഴുതിക്കൊണ്ട് നമ്മളവിടെ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ബാക്കി ആൾക്കാരെ നോക്കണ്ട, എന്നാലും നമ്മുടെ സമയം നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എത്ര പേന യൂസ് ചെയ്യാതിരിക്കുന്നോ അത്രയും സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇൻഫോർമേഷൻ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷനാണ് ഞാനവിടെ വെച്ചിരുന്നത്, നിങ്ങളിത് റിവേഴ്സിൽ വായിച്ചാൽ മതി എന്നുള്ളൊരു കണ്ടീഷൻ. പക്ഷെ അത് മാത്രമല്ലടാ റൂള്, പല റൂൾസ് ഉണ്ട്. അപ്പോൾ അതിലെ നമുക്ക് പലതരത്തിലുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് ലെറ്റർ കോഡിങ് എന്ന് വെച്ചാൽ സിംപ്ലി നോക്കിയേ, ലെറ്റേഴ്സ് ഓഫ് വേർഡ്സ് ആർ റീപ്ലേസ്ഡ് വിത്ത് അതർ ലെറ്റർ. അതായത് വേർഡ്സിൻ്റെ ലെറ്റേഴ്സ് വേറെ ലെറ്റേഴ്സുമായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാകും. നോക്കിയേ, ഇഫ് ക്യാറ്റ് ഈസ് കോഡഡ് ആസ്, നോക്ക്, ക്യാറ്റ് ഈസ് കോഡഡ് ആസ്, ക്യാറ്റ് കോഡ് ചെയ്തേക്കുന്നത് DBU എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഡോഗ് എന്തായിരിക്കും, ഡോഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, കോഡ് ചെയ്തേക്കുന്നത്? ഒന്ന് നോക്കിക്കേ, ഇത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? C കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് ഇവിടെ കോഡ് ചെയ്തേക്കുന്നത്, ദാറ്റ് ഈസ് D അല്ലേ. A കഴിഞ്ഞിട്ടാണ് B, T കഴിഞ്ഞിട്ടാണ് U. അത് T കഴിഞ്ഞിട്ടാണ് U എന്ന് മനസ്സിലാക്കാൻ ABCD എണ്ണാൻ പോവരുത്. ABCD കറക്റ്റ് എല്ലാം പഠിച്ചു വെക്കണം. Tയുടെ അപ്പുറം ഇപ്പുറം എന്താണ്, അല്ലെങ്കിൽ ABC എല്ലാത്തിൻ്റെയും അതെന്തെങ്കിലും ഒരു ക്ലൂ ഉപയോഗിച്ച് ഫുൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ Tയുടെ അപ്പുറം എന്താണെന്ന് ഓർമ്മ വേണം. T കഴിഞ്ഞാൽ U. അങ്ങനെയാണെങ്കിൽ ഡോഗ് എങ്ങനെ എഴുതാം? D എന്ന് പറയുന്ന ലെറ്റർ കഴിഞ്ഞിട്ട് അടുത്ത എന്താ? E. O എന്ന് പറയുന്ന ലെറ്റർ കഴിഞ്ഞിട്ട് അടുത്തത് എന്താടാ? P. G കഴിഞ്ഞിട്ട് അടുത്തത് എന്താ? T. അപ്പോൾ ഉത്തരം EPT. G കഴിഞ്ഞിട്ട് അടുത്തത്, സോറി കേട്ടോ, G കഴിഞ്ഞിട്ട് അടുത്തത് H. അപ്പോൾ EPH. T അല്ല കേട്ടോ, അത് ഞാൻ റിവേഴ്സാണ് ഇടയ്ക്ക് കയറി വന്നത്. G കഴിഞ്ഞിട്ട് H. ഓക്കെ ആണോ? അപ്പോൾ EPH എന്ന് കിട്ടി. നോക്കിക്കേ എന്താ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മിസ് എഴുതിയേക്കുന്നത് +1 എന്ന്. +1 എന്ന് എന്താ എഴുതാൻ കാരണം A B C D ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ C കഴിഞ്ഞിട്ട് D, A കഴിഞ്ഞിട്ട് B,
അതായത് ഇവിടെ സത്യം പറഞ്ഞാൽ +1 വെച്ച് ആഡ് ചെയ്തേക്കുക. സി കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത ലെറ്റർ ഡി, എ കഴിഞ്ഞിട്ടുള്ള തൊട്ടപ്പുറത്തെ ലെറ്റർ ബി, ടി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ ലെറ്റർ, അങ്ങനെ +1 വെച്ചിട്ട് ആഡ് ചെയ്ത് വന്നേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇങ്ങനെ ആഡ് ചെയ്ത് വന്നേക്കുവാണോ, +1 അല്ലെങ്കിൽ +2 +3 എന്തെങ്കിലും വെച്ച് ആഡ് ചെയ്തിട്ടാണോ ഈ വേർഡ്സ് വന്നേക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമ്പർ കോഡിംഗ് എന്ന് വെച്ചാൽ വേർഡ്സ് ആർ ഗിവൺ കോഡ് ഇൻ നമ്പേഴ്സ്. ഒന്നുമില്ല, നമ്പർ കോഡിംഗ് നോക്കിക്കേ. ബോളെന്ന് തന്നിട്ടുണ്ട്, ബോളിന് 27 നമ്പർ, കോളിന് 28 നമ്പർ. അങ്ങനെയാണെങ്കിൽ ഡോൾ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഡോള് കാണാൻ ഇതെങ്ങനെയാടാ ഇങ്ങനെ 27 28 എന്നൊക്കെ വന്നേന്ന് നമ്മൾ ആദ്യം നോക്കണം. വെറുതെ അങ്ങ് തന്നേക്കുമല്ല. ഈ കോഡിങ്ങിൻ്റെയും ഡീകോഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ക്വസ്റ്റ്യൻസ് വെറുതെ നമുക്കങ്ങ് തരുമല്ല, അതിനൊരു പ്രത്യേക കാരണം കാണും. ഓക്കെ, അപ്പോൾ ബോൾ 27. അപ്പോൾ ആദ്യം നമുക്ക് തന്നേക്കുന്നത്, അതായത് അവർ ആ ക്വസ്റ്റ്യൻ ഇട്ട ആൾ തന്നേക്കുന്ന ഉത്തരം എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്ന് മനസ്സിലാവും. ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം ഇതാണല്ലേ. അപ്പോൾ ബോൾ എങ്ങനെ 27 വന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ബോൾ 27 വന്നത് എങ്ങനെയാണെന്നറിയാൻ എന്ത് ചെയ്യണം? എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. എനിക്കിപ്പോൾ ഒന്നും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചത് +1 +2 വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി നോക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ 2 L ഒരുപോലെ വന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റിയല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വേറൊരു കാര്യം എനിക്കറിയാവുന്നത്, ഇതിൻ്റെയൊക്കെ പൊസിഷൻ എനിക്കറിയാം. എന്നാൽ ഞാൻ ചുമ്മാ ഒന്ന് പൊസിഷൻ ഇട്ടങ്ങ് ചെയ്യാം. നോക്കിക്കേ, ബോളെന്ന് പറയുമ്പോൾ 2ാമത്തെ പൊസിഷനിലാണ് ബി, എ എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷൻ, എൽ എന്ന് പറയുന്ന മിസ്സ് പറഞ്ഞു എൽ എങ്ങനെ ഇരിക്കുന്നത് 1, ഇവിടെ 1, ഇത് 2, അപ്പോൾ 2, അപ്പം എല്ലിൻ്റെ 12 നേരത്തെ ഞാൻ പറഞ്ഞില്ല, അതൊന്ന് പഠിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 27 കിട്ടുന്നത്. ഇനി കോൾ എങ്ങനെയാണ്? സി എത്രാമത്തെയാണ്? 3ാമത്തെ, ABC. എ 1ാമത്തെ, പിന്നെ കോള് 12 + 12 എല്ലാം ചെയ്യുമ്പോൾ 28. അങ്ങനെയാണെങ്കിൽ ഡോൾ എങ്ങനെയായിരിക്കും? ഡോൾ എങ്ങനെ എഴുതും? ABCD 4ാമത്തത് +O എന്ന് പറയുന്നത് 15, L എന്ന് പറയുന്നത് 12 + 12 എല്ലാം ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഡോൾ അല്ലേ ക്വസ്റ്റ്യൻ? അയ്യോ, ഡോൾ അല്ല ക്വസ്റ്റ്യൻ, എ ആണ് കേട്ടോ, എ ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1 അപ്പം ഇത് 0 അല്ല കേട്ടോ, ഇത് 0 അല്ല, ഇത് 1 1 ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എത്രയാണ്? 29 എന്നാണ് കിട്ടുന്നത്. മനസ്സിലായോ? കൺഫ്യൂഷനായോ? ഇതൊന്ന് നോക്കുക കേട്ടോ. ബോൾ എന്ന് പറയുമ്പം അതിൻ്റെ പൊസിഷനാണ് എഴുതിയിരിക്കുന്നത്. കോളിൻ്റെ പൊസിഷൻ ഡാൽ. ഓക്കെ, ഡോൾ അല്ല കേട്ടോ, എ ആണ്. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്ത നോക്കിയേ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വേർഡ്സ് +1 +2 അല്ലെങ്കിൽ ഇനി -1 ആകാം കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ആഡ് ചെയ്തിട്ട് വല്ലതുമാണോ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയേക്കുന്നത് നോക്കണം. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തേക്കുവാണോ നോക്കണം. അങ്ങനെ ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് കോഡിങ് നോക്കിയാൽ വേർഡ്സ് ആർ റീപ്ലേസ്ഡ് വിത്ത് അതർ വേർഡ്സ്. അത് നോക്കിയേ. ഇഫ് റെഡ് മീൻസ് ബ്ലൂ, അതായത് അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇപ്പം റെഡ് എന്ന് പറയുന്നത് ബ്ലൂ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. റെഡ് ബ്ലൂ ആണ്, ബ്ലൂ ഗ്രീൻ ആണ്. അങ്ങനെയാണെങ്കിൽ സ്കൈയുടെ കളർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. റെഡ് എന്ന് പറയുന്നത് ബ്ലൂ ആണെന്ന് ഇപ്പോൾ കളറൊന്നും ആലോചിക്കല്ല. റെഡ് എന്ന് പറയുന്ന ബ്ലൂ ആണ്, ബ്ലൂ എന്ന് പറയുന്ന കളറ് ഗ്രീൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്തേക്കുക. റെഡ് എന്ന് പറയുന്ന കളറിനെ ബ്ലൂ ആയിട്ടും ബ്ലൂ എന്ന് പറയുന്ന കളറിനെ ഗ്രീൻ ആയിട്ടും മാറ്റിയേക്കുക. ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ സ്കൈയുടെ കളർ എന്താണ്? അയ്യോ മിസ്സേ, സ്കൈയുടെ കളറ് ബ്ലൂ ആണല്ലോ. അല്ല, ബ്ലൂ ഇവിടെ എന്തായിട്ടാണ് റീപ്ലേസ് ചെയ്തേക്കുന്നത്? ഗ്രീൻ ആയിട്ട്. അപ്പോൾ ഉത്തരം എന്താണ്? ഗ്രീൻ. ഓക്കെ, ഇനി അടുത്തത് മിറർ കോഡിംഗ് എന്ന് വെച്ചാൽ റിവേഴ്സ് ചെയ്യുവാണ്. ലെറ്റേഴ്സിനെ റിവേഴ്സ് ചെയ്യുവാണ്. നേരത്തെ ഞാൻ ആദ്യം നമ്മളൊരു സീക്രട്ട് ഒരാൾക്ക് കൊടുത്തില്ലേ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തില്ലേ, റിവേഴ്സ് ചെയ്തിട്ട് സെയിം അത് തന്നെ. അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിൽ നോക്കാം. ഇത് ആഡിങ് കോമൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതാണ് നേരത്തെ +1 ഇട്ട് ചെയ്തില്ലേ. +1 എന്ന് വെച്ചാൽ
ഒരു ലെറ്ററിൻ്റെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ എ ബി സി ഡി ഇ എഫ്, എ മാറി സി വന്നു. അതായത് എ കഴിഞ്ഞ് എ ബി സി, എ കഴിഞ്ഞ് 2 1 2 രണ്ടാമത്തതിൻ്റെ ഉത്തരം എഴുതി, 2 എണ്ണം ആഡ് ചെയ്തെഴുതി. എ ബി സി ഡി ഇ എഫ്, ബി കഴിഞ്ഞ് 2 എണ്ണം സി ഡി, കണ്ടോ, സി കഴിഞ്ഞ് 2 എണ്ണം ഡി ഇ. ഇനി നമുക്ക് എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമുക്ക് ചിലവർക്കെങ്കിലും ഉണ്ടാവാൻ പോകുന്നൊരു ഡൗട്ട്, എ കഴിഞ്ഞ് 2 എണ്ണം കൂടണം. അതിൻ്റെ അർത്ഥം എ ബി, ബി എന്നാണോ ഉത്തരം അതോ സി എന്നാണോ? അപ്പം ഇതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് എ കഴിഞ്ഞ് 2 എണ്ണം കളയാന്ന് വെച്ചാൽ എ കൂട്ടാൻ പാടില്ല, ബി സി അല്ലേ, ആ രണ്ടാമത് 1 2 രണ്ടാമത്തെ ഉത്തരം. സി കഴിഞ്ഞ് 2 ഉള്ളത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എനിക്ക് അറിയില്ല മനസ്സിലായോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എ ബി സി ഡി, നമുക്കറിയാം എ കഴിഞ്ഞ് +2 എന്ന് പറയുന്നത് ബി സി, അതിൻ്റെ ഉത്തരം സി ആണ്. ചിലപ്പോൾ നമ്മൾ എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ, അത് ആരുടെയും തെറ്റല്ല, നമുക്ക് മനുഷ്യ സഹജമാണ്, നമ്മൾ 2 എണ്ണം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ കഴിഞ്ഞ് 2 എണ്ണം എന്ന് പറയുമ്പോൾ ചിലവർ എയും ബിയും, അപ്പം ബി ആണോ ഉത്തരം എന്ന് തോന്നിപ്പോകും. ബി അല്ല, എ കഴിഞ്ഞിട്ടുള്ള 2 എണ്ണം, അപ്പോൾ 1 2 സി ആണ് അവിടുത്തെ ആൻസർ. ഇതൊക്കെ പ്രീവിയസ് ഇയറും ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ ടെൻഷൻ ആകുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ടായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഉണ്ടാവുന്ന ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി നോക്കിക്കേ, സക്സസീവ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയുന്നതും ചില ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ എ ബി സി ഡി ഇ എഫിനെ നമുക്ക് ബി ഡി എഫ് ജി എച്ച്, അതായത് +1 +2 +3, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളടാ. ഇപ്പോൾ ഡെമോ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യനെ ചിലപ്പം ഡിയിൽ നിന്ന് ഒരു വാക്ക് കൂടിയുള്ളത് അടുത്ത ലെറ്റർ ആയിരിക്കാം, ഇയിൽ നിന്ന് 5 വേർഡ് കൂടിയായിരിക്കും അടുത്ത ലെറ്റർ. അത് നമുക്ക് പ്രാക്ടീസിൽ നിന്ന് മാത്രമേ, അതുപോലെ തന്നെ പൊസിഷൻ പഠിക്കുക, ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇനി ഓസിലേറ്റിംഗ് പാറ്റേൺ ഇതുപോലൊക്കെ തന്നെയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ റിവേഴ്സ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇതൊന്ന് നോക്കിക്കോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡെമോയുടെ റിവേഴ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആൽഫബറ്റ്സ് ഇൻ റിവേഴ്സ് ഓർഡർ അല്ലേ? ഓക്കെ, അപ്പം റിവേഴ്സ്, ഓക്കെ, ആൽഫബറ്റ്സ് ഇൻ റിവേഴ്സ് ഓർഡർ. അപ്പം അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റിനൊരു തെറ്റുണ്ടാവുമോ? ഓക്കെ, ഇല്ല. ഓക്കെ, ആൽഫബറ്റ്സ് ഇൻ റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇപ്പോൾ എ ബി സിനെ റിവേഴ്സിൽ എഴുതാൻ പറയുമ്പോൾ, റിവേഴ്സ് ആൽഫബറ്റ്സ് ഇൻ റിവേഴ്സ് ഓർഡറിൽ എഴുതാൻ പറയുമ്പോൾ, അതായത് ഈ റിവേഴ്സ് ഓർഡർ അല്ലെങ്കിൽ ഈ ആൽഫബറ്റ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ സി ബി എ എന്നായിരിക്കത്തില്ല. ഇത് ശരിയാണ്, ഇത് റിവേഴ്സ് ഓർഡർ എന്ന കൺസെപ്റ്റിൽ ശരിയാണ്. പക്ഷേ ആൽഫബറ്റ്സിൻ്റെ റിവേഴ്സ് ഓർഡർ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എയുടെ റിവേഴ്സാണ് ഇസഡ്, ബിയുടെ റിവേഴ്സാണ് വൈ, സിയുടെ റിവേഴ്സാണ് എക്സ്. കണ്ടോ, നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞത് ഇതാണ് അതിൻ്റെ റിവേഴ്സ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ലെറ്റർ ടു നമ്പേഴ്സൊക്കെ നമ്മൾ നോക്കി, ഗ്രൂപ്പ് പാറ്റേൺ അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയമുണ്ടോ? കുറച്ച് ലെങ്തി ആകുമോ എന്നറിയില്ല, എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ അതോ രണ്ടാമത്തെ സെക്ഷനായിട്ട് ഇടണോ? എനിവേസ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. CSIR ഡിസംബർ നെറ്റ് 2018 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കേ. ഇഫ് സെൽഡോൺ മീൻസ് നൂഡിൽസ് എന്നാണെങ്കിൽ ഇതെന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ലെറ്റേഴ്സ് മാറിയിട്ടുണ്ടോ നോക്കാം. അതായത് ലെറ്റേഴ്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ. സെൽഡൺ മീൻസ്
സെൽഡോൺ എന്ന് പറയുന്നത് നൂഡിൽസ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇതേതായാലും റിവേഴ്സ് അല്ല, കാരണം എസിൻ്റെ റിവേഴ്സ് ഏതായാലും എൻ അല്ല. അപ്പോൾ റിവേഴ്സ് ഓർഡർ ഒന്നും അല്ല തന്നേക്കുന്നതെന്ന് മനസ്സിലാകും. പിന്നെ പ്ലസ് കൂട്ടിയിട്ടൊന്നുമല്ല ഇത് എഴുതിയേക്കുന്നതും, എസ് ഈ മൈനസും ചെയ്തിട്ടുമല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് റിവേഴ്സിൽ നോക്കിയേ. ഇത് ശരിക്കും റിവേഴ്സ് അല്ലേ എഴുതിയേക്കുന്നത്, സെൽഡോണിൻ്റെ റിവേഴ്സ് അല്ലേ നൂഡിൽസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ SPOUSൻ്റെ റിവേഴ്സ് എന്തായിരിക്കും? സൂപ്സ് അല്ലേ. ഇത് മനസ്സിലായോ? ഇത് ആദ്യമേ മനസ്സിലാവണമെങ്കിൽ നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാകും. അതായത് പല ആസ്പെക്റ്റിൽ നമ്മൾ നോക്കണം. അതായത് SELDOON മീൻസ് NOODLES. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനൊന്ന് എഴുതി നോക്കണം. ചിലപ്പോൾ ഒറ്റയടിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും കേട്ടോ, എന്നാലും ഞാൻ മനസ്സിലായില്ലേ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. ഇങ്ങനൊന്ന് എഴുതി നോക്കണോടാ. എന്നിട്ട് നോക്കണം ഇതിൻ്റെ റിവേഴ്സ് വല്ലതും ആണോ. റിവേഴ്സ് അല്ലെന്ന് മനസ്സിലായി. ഇത് ആഡ് ചെയ്ത് വന്നേക്കുവാണോ, അതുമല്ല. മൈനസ് ചെയ്തും വന്നേക്കുമല്ല. അപ്പോൾ ഒന്ന് റിവേഴ്സ് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ ഈ സ്പൂസ് എന്നുള്ള ഇതിൻ്റെ റിവേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കൂ, സൂപ്സ്. അപ്പം ഇത് റിവേഴ്സ് ഓർഡറാണ്. ഇത് എപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് നോക്ക്. ദാറ്റ് ഇസ് ഡിസംബർ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് CSIR നെറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ കോഡഡ് ലാംഗ്വേജ് ആൽബർട്ട് ഈസ് റിട്ടൺ ആസ്. ഓക്കെ, ഒരു കോഡഡ് ലാംഗ്വേജ് ഉണ്ട്. ആ കോഡഡ് ലാംഗ്വേജിൽ ഇതൊന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്ക് എല്ലാവരും. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതി നോക്കൂ. ഓക്കെ, അപ്പം ആൽബർട്ട് റിട്ടേൺ ചെയ്തേക്കുന്നത് BNEIWZ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ആദ്യം എന്താണെന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ്. വേറൊരു കൺസെപ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, വേറൊരു കാര്യം തന്നിട്ടുള്ളത്, ഓക്കെ ബ്ലാക്ക് എടുക്കാം. സീബ്ര എന്നുള്ളത് ഇത് നമുക്കൊരു ഫ്രഷ് പേജ് ചെയ്യാം അല്ലേ. ഓക്കെ, ഇവിടെ ഞാൻ ഫ്രഷ് പേജിൽ ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൽബർട്ടിനെ എഴുതിയേക്കുന്നത് BNEIWZ എന്നാണ്. അതായത് ഇതേതായാലും റിവേഴ്സ് അല്ല, പക്ഷേ ഇത് +1 ആണ്. കാരണം A കഴിഞ്ഞ് ഒരു ലെറ്റർ, ഒന്നാമത്തെ ലെറ്റർ, അടുത്ത ലെറ്ററാണ് B. LN ഇതും റിവേഴ്സ് അല്ല, പക്ഷേ ഇത് എത്രാമത്തെ, കാരണം LMN. അപ്പോൾ അത് അടുത്തടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇത് +2 ആടാ ചെയ്തേക്കുന്നത്. ഇനിയും നോക്കിക്കഴിഞ്ഞാൽ ബിയും ഇയും തമ്മിൽ 3 ലെറ്റേഴ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ +3 ആണ് ചെയ്തേക്കുന്നത്. E കഴിഞ്ഞ് കുറച്ച് വേർഡിൻ്റെ വ്യത്യാസമേ ഉള്ളൂ I എന്ന് പറയുന്നത് അല്ലേ. ഒരു 4 വേർഡിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. ഇതതുപോലല്ലേ 5 വേർഡിൻ്റെ വ്യത്യാസമല്ലേ. 5ാമത്തെ വേർഡാണ് W, 6 കഴിഞ്ഞിട്ട്. ഇതും 6ാമത്തെ വേർഡാണ്. കണ്ടോ, ഇതിനാണ് നമ്മൾ കറക്റ്റ് ഇത് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി 1, 2, 3 ഓരോ വേർഡ് കഴിഞ്ഞ് ആഡ് ചെയ്ത് എഴുതിയേക്കുവാണ്. എൻ്റെ ക്വസ്റ്റ്യൻ CSIR സെപ്റ്റംബർ 22 ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ അതുപോലെ തന്നെ വേറൊന്നും തന്നിട്ടുണ്ട്. സീബ്ര എന്നുള്ളത് വേറൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതും ഇതുപോലെ ആണെന്ന് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മൈക്കിളിനെ എങ്ങനെ എഴുതാൻ പറ്റും? മിസ് +1 ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നു. +2, +3, +4, +5, +6. 1 ആഡ് ചെയ്യുമ്പോൾ N ആണ്,
ഐയുടെ കൂടെ രണ്ട് ഇത് ആഡ് ചെയ്താൽ അത് കെ ആണ്. സിയുടെ കൂടെ 3 എണ്ണം ആഡ് ചെയ്താൽ 1 2 3 എഫ് ആണല്ലേ. എച്ചിൻ്റെ കൂടെ 4 എണ്ണം ആഡ് ചെയ്താൽ അത് എല്ലാണ്. പിന്നെ ജെ 6. ഇതാണ് ഓപ്ഷൻ. ഇത് ഓപ്ഷനിൽ കാണും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ റിവേഴ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ സക്സസീവ് ഇൻക്രീസ് ഓർ ഡിക്രീസിൽ സക്സസീവ് ഇൻക്രീസാണ് ചെയ്തത്. അതായത് +1 +2 +3 +4 അങ്ങനെ പോവുക. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സക്സസീവ് ഇൻക്രീസ്. ഇത് ഞാൻ ക്വസ്റ്റ്യനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ +1 +2 എക്സെട്ര എന്ന രീതിയിൽ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് സക്സസീവ് ഇൻക്രീസ്. ഇതിനി കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ സക്സസീവ് ഡിക്രീസ് എന്നും പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതാണ് അടുത്തത്. ഓക്കെ, അതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മൈക്കിൾ. ഇങ്ങനെയാണത് എഴുതുന്നത്. അടുത്തത് ഡിസംബർ 2019 നമ്മളിപ്പോൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് CSIRൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ സർട്ടൺ എന്താണ് ലാംഗ്വേജ്, എന്തോ ഒരു ലാംഗ്വേജ്. ബൈക്ക് ഈസ് കോട്ടഡ് ആസ്, അതായത് ബൈക്ക് എന്നുള്ളത് കോട്ട് ചെയ്തേക്കുന്നത് YFHB എന്നാണ്. ഓക്കെ, കാറ് കോട്ട് ചെയ്തേക്കുന്നത് അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. കാറ് കോഡ് ചെയ്തേക്കുന്നത് ZXO എന്നാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ, അതായത് എക്സാമിന് വരുമ്പോൾ ഇത് രണ്ടും ചെയ്ത് നോക്കണം. എന്നിട്ടേ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. മിസ് ഇപ്പോൾ ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് വരാൻ പോകുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, മിസ്സേ ബിയുടെ റിവേഴ്സ് അല്ലേ Y? അപ്പോൾ ഇനി റിവേഴ്സ് ആയിരിക്കുമോ? ആൽഫബറ്റ്സിൻ്റെ റിവേഴ്സ് ആയിരിക്കുമോ? പക്ഷേ ഐയുടെ എഫ് അല്ലല്ലോ. കാരണം IR എന്ന് ഞാൻ പഠിച്ചായിരുന്നു, ഇൻഫ്രാറെഡ്. അപ്പോൾ ഐയുടെ റിവേഴ്സ് എന്താണല്ലോ 6. അപ്പോൾ ഇത് ഏതായാലും അല്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെയായിരിക്കും ചെയ്തേക്കുന്നത്? ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു ഇത് പറ്റാൻ പോകുന്നത്. അതായത് അത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ആൽഫബറ്റ്സിലേക്ക് പോവാം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, സോ നോക്കിക്കേ, ഇവിടെ ബൈക്കിനെ ചെയ്തേക്കണത്, ബൈക്കിന് എന്താണ് YFHB എന്നാണ് കൊടുത്തേക്കണേ. പക്ഷേ ബിയുടെ റിവേഴ്സ് Y, വേറൊന്നിൻ്റെ റിവേഴ്സ് വന്നിട്ടില്ല. പക്ഷെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഐയുടെ എഫ് ആണ്, അതായത് അതായത് I1 2 3 ഐയൂടെ ചേർത്ത് 3 എണ്ണം കുറച്ചേക്കുമാണ്. ഇനി അടുത്തത് കെയിൽ നിന്ന് കെയുടെ ആരാ കൊടുത്തേക്കുന്നത്? H എന്നാണ് കൊടുത്തേക്കുന്നത്. 1 2 3 അല്ലേ? അപ്പം എച്ചും കൂടെ കൂട്ടി, അപ്പോൾ H മൂന്നാമത്. ഇനിയും ഇനെ B എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇയിൽ നിന്ന് 1 2 3 ഇയിൽ നിന്ന് മൂന്നാമത്തെ കുറച്ചു. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി, 3 കുറച്ച് എഴുതിയേക്കുക. അപ്പം മിസ് എങ്ങനെ ബിക്ക് Y വന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നറിയുമോ? ബിക്ക് Y വന്നതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോക്കൂ, ബി അവിടെ നിൽക്കട്ടെ. ബിയിൽ നിന്ന് 3 കുറയ്ക്കണം. അതായത് 1 A 2 Z മൂന്നാമത്തെ Y. അപ്പോൾ B10 to Y. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് എഴുതിക്കേ. സ്കൂട്ടറിനെ അങ്ങനെയാണെങ്കിൽ എന്തെഴുതാൻ പറ്റും? എസ്സിൽ നിന്ന് 3 കുറയ്ക്കണം അവിടെ. അപ്പോൾ 1 2 3 എന്ത് കിട്ടും? ഓക്കെ, എസ്സിൽ നിന്ന് 3, എൻ്റെ ദൈവമേ, എസ്സിൽ നിന്ന് 3 കുറയ്ക്കണം കേട്ടോ. എസ്സിൽ നിന്ന് 3 കുറയ്ക്കാന്ന് വെച്ചാൽ പുറകോട്ട് പോകണം. മിസ് ഇപ്പോൾ കൂട്ടിയാണ് കാണിച്ചത്. ഇതാണ് കറക്റ്റ്, സ്കൂട്ടർ. ഓക്കെ, അപ്പോൾ പി. സിയിൽ നിന്ന് 3 കുറയ്ക്കണം, അപ്പം പുറകോട്ട് പോകണം. മൂന്നാമത് വന്ന് നിന്നത് Z ആണ്. ഓയിൽ നിന്ന് 3 എണ്ണം കുറയ്ക്കണം. 1 2 3 L സ്കൂട്ടർ. ടിയിൽ നിന്ന് 3 കുറച്ച് 1 2 3 Q അല്ലേ? ഇയിൽ നിന്ന് 3 കുറച്ച് 1 2 B അല്ലേ? ആറിൽ നിന്ന് 3 കുറച്ച് 6 എവിടെ? Q P O. ഇതാണ് ആൻസർ. P Z L L Q B O. കിട്ടിയോ? ഇങ്ങനെ കിട്ടിയെങ്കിൽ ഓക്കെ, കിട്ടിയില്ലെങ്കിൽ പഠിക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇതിനെന്താ പറയുന്നത്? ഇതിനെയാണിപ്പോൾ
പറയുന്നത് സക്സസീവ് ഡിക്രീസ്. സക്സസീവ് ഇൻക്രീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തു, സക്സസീവ് ഡിക്രീസിൻ്റെ ഒരു ക്വസ്റ്റ്യനും ചെയ്തു. ഇനി അടുത്തത് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇഫ് ഡൽഹി ഈസ് കോഡഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യണം. പക്ഷേ ഞാൻ ഓൾറെഡി ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. -2 സക്സസീവ് ഡിക്രീസ് -2 വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഡിസംബർ 2019 നമ്മുടെ CSIR ചോദിച്ചാണ്. എഴുതിയെടുക്കുക, ആൻസർ നോക്കാതെ. ഇപ്പം മനസ്സിലായില്ലേ -2 വെച്ചിട്ടാണെന്ന്? എന്നാലും കുഴപ്പമില്ല, എഴുതുക. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇനിയും കാണിക്കാൻ പോകുന്നത്. ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ ആൻസർ എന്ന് പറയുന്നത് ഒരിച്ചിരിയേ ഉള്ളൂ. നോക്കിക്കേ, ടു എൻ്റർ എ ബിൽഡിംഗ് എ പാസ്വേഡ് ഈസ് നീഡഡ്. ഒരു ബിൽഡിങ്ങിലേക്ക് കയറാനായിട്ട് ഒരു പാസ്വേഡിൻ്റെ ആവശ്യമുണ്ട്. വെൻ എ എൻറ്റേഴ്സ് ദ സെൻട്രി സേസ്, അതായത് അങ്ങനെ ഇങ്ങനെയൊന്നും ആ ബിൽഡിങ്ങിലേക്ക് കയറാൻ പറ്റത്തില്ല. ഒരു സെക്യൂരിറ്റി ഒക്കെ ഉള്ളൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ കയറുന്ന ആൾക്കാർ ചിലപ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് ആയിരിക്കും. സോ അവരെന്താണെങ്കിലും ഒരു പാസ്വേഡ് പറഞ്ഞാൽ മാത്രമേ അവിടേക്ക് കയറുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ പറഞ്ഞ പാസ്വേഡ് 5 ആണ്. അപ്പോൾ സെക്യൂരിറ്റി കയറ്റി വിട്ടു. അപ്പോൾ A5 പറഞ്ഞപ്പോൾ അവിടെ ഉള്ള ആൾ അല്ലെങ്കിൽ ആ സെൻട്രി റിപ്ലൈ ചെയ്തത് 4 എന്നാണ്. അപ്പം 4 എന്ന് പറഞ്ഞു, കയറ്റി വിട്ടു. ഇനിയും B എൻ്റർ ചെയ്തു. B എൻ്റർ ചെയ്തപ്പോൾ B പറഞ്ഞ പാസ്വേഡ് 6 ആണ്. അപ്പോൾ അയാൾ റിപ്ലൈ തന്നത് 3 ആണ്. 3 എന്ന് റിപ്ലൈ തന്നു. അപ്പോൾ തന്നെ B കയറിപ്പോയി. ഇനിയും C ഉണ്ട്. C പറഞ്ഞത് 1 എന്നാണ്. അപ്പോൾ ആ സെൻട്രി റിപ്ലൈ ചെയ്തു 3 എന്ന് റിപ്ലൈ ചെയ്തു. അയ്യോ, ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ തിരിഞ്ഞു എന്നേ ഉള്ളൂ. അതായത് A എൻട്രി ചെയ്തപ്പോൾ സെൻട്രി 5 എന്ന് പറഞ്ഞു. A എൻട്രി ചെയ്തപ്പോൾ സെൻട്രി 5 എന്ന് പറഞ്ഞു. അപ്പോൾ A റിപ്ലൈ ചെയ്തത് 4 എന്നാണ്. B എൻട്രി ചെയ്തപ്പോൾ സെൻട്രി പറഞ്ഞത് 6 എന്നാണ്. അപ്പോൾ B തിരിച്ച് പറയേണ്ടത് 3 എന്ന് പറഞ്ഞു. ഇനിയും C എൻട്രി ചെയ്തപ്പോൾ സെൻട്രി 1 എന്ന് പറഞ്ഞു. അപ്പോൾ C റിപ്ലൈ ചെയ്തത് 3 എന്നാണ്. അങ്ങനെയാണെങ്കിൽ വെൻ യു ട്രൈ ടു എൻട്രി ദ സെൻട്രി സേസ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് റിപ്ലൈ കൊടുക്കും? എന്ത് റിപ്ലൈ കൊടുത്താൽ നമുക്ക് കയറാൻ പറ്റും? ഒരു മിനിറ്റ് ബ്രേക്ക് എടുത്ത് അതൊന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ പറയും 5 എന്ന് ഞാൻ റിപ്ലൈ പറഞ്ഞു. 5 എന്ന് ഞാൻ റിപ്ലൈ പറയുന്നെന്ന് ഞാൻ പറയുകയാണ്. ആൻസർ 5 ആണ്. എങ്ങനെ ആൻസർ 5 എന്ന് കിട്ടിയെന്നറിയോ? ഇത് മനക്കണക്കൊന്നും അല്ല കേട്ടോ. മനസ്സിലായോ? ചിലപ്പോൾ മനസ്സിലായി കാണും. എന്ത് ചെയ്താൽ മതിയെന്നറിയോ? വലിയ ക്വസ്റ്റ്യനാണ് കാണുമ്പോൾ, പക്ഷെ വളരെ സിമ്പിളാണ്. നോക്കിക്കേ, 5 എന്ന് പറഞ്ഞപ്പോൾ 5 എന്ന് സെൻട്രി പറഞ്ഞപ്പോൾ 4 എന്ന് ഞാൻ റിപ്ലൈ പറഞ്ഞു. ആ 4 എന്താണെന്നറിയാമോ? 5 1 2 3 4 എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്നാണ് റിപ്ലൈ കൊടുത്തത്. 6 എന്ന് പറഞ്ഞപ്പോൾ മിസ്സ് 3 എന്ന് റിപ്ലൈ പറഞ്ഞു എന്ന് വെച്ചാൽ XIS 3 എണ്ണം. 1 എന്ന് പറഞ്ഞപ്പോൾ റിപ്ലൈ കൊടുത്തത് 3 ആണ് കേട്ടോ. ഇത് എഴുതിയേക്കണ തെറ്റിപ്പോയതാണ്. 3 ആണ്. ശരി. 1 എന്ന് പറഞ്ഞപ്പോൾ C enters 1 and C replies 3 എന്നാണ് C റിപ്ലൈ ചെയ്തത്. ഇനിയും നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ 3 എന്ന് സെക്യൂരിറ്റി പറഞ്ഞാൽ എന്താണ് തിരിച്ചു കൊടുക്കേണ്ടത്? 5 എന്നാണ്. കാരണം THREE 5 ലെറ്റേഴ്സാണ് ഉള്ളത്. അത്രേ ഉള്ളൂ. ഇത് എപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആണെന്നറിയോ? ഡിസംബർ 2015 നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണേ. നല്ല രസമാണ് ചെയ്യാൻ. ഇഫ് ദ വേർഡ്സ്
ഫാസ്റ്റ്, സ്ലോ ആൻഡ് ടോൺ ആർ റിട്ടൺ ആസ്, അതായത് ഫാസ്റ്റ്, സ്ലോ, ടോൺ, ഇതിനെയൊക്കെ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നത് 3475 2913 1648, ബട്ട് നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാത്തൊരു കുട്ടി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റിൻ്റെ നേരെ 3475 എന്ന് എഴുതും, സ്ലോയുടെ നേരെ ഇതെഴുതും, ടോണിൻ്റെ നേരെ ഇതെഴുതും. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു എക്സെപ്ഷണൽ കേസ് എന്താണെന്ന് നോക്ക്. നെസസറിലി ഇൻ ദ നോട്ട് എന്നാണ്, ബട്ട് നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്. ദെൻ യൂസിങ് ദ സെയിം കോഡ് ഹൗ വുഡ് ദ വേർഡ് നീറ്റ് ബി റിട്ടൺ. അങ്ങനെയാണ് ഈ കോഡ് ഉപയോഗിച്ച് നീറ്റ് എങ്ങനെ എഴുതാം, ഇതവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ആൻസർ നമുക്കൊന്ന് എഴുതാനായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഫാസ്റ്റ്, സ്ലോ, ടോൺ. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാസ്റ്റ്, സ്ലോ, ടോൺ ഇങ്ങനല്ലേ. ഇതിൽ ഞാൻ നോക്കാൻ പോകുന്നത്, നോക്കട്ടെ, ഞാൻ ഏതായാലും ഫാസ്റ്റ് ഇവിടെ എഴുതി, ഫാസ്റ്റ്, സ്ലോ, ടോൺ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചോ. ഇങ്ങനെ എഴുതി. ഇനിയും നമ്പേഴ്സും കൂടെ ഒന്ന് കൺസിഡർ. ഇത് ഞാൻ ആദ്യമായിട്ടായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും എക്സാമിന് ഇത്രയും സമയമൊന്നും എടുക്കരുത്. എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുക. ബട്ട് ഇറ്റ്സ് ഓക്കെ കേട്ടോ, നിങ്ങൾക്കത് പഠിച്ച് മനസ്സിലാവാൻ വേണ്ടിയല്ലേ സമയം എടുക്കുക, അത് കുഴപ്പമില്ല. 2913 16 കോമയാണ് 1648 3475 ഇങ്ങനെയാണ് ഇരിക്കുക. ഇനി ഇവിടെ നോക്കുന്നത് ഒരു സിമ്പിൾ കാര്യം മിസ് പറഞ്ഞുതരാവേ. ഇതിലേതെങ്കിലും വേർഡ്സ് സെയിം ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ എൻ്റെ കണ്ണിന് പെട്ടെന്ന് കാണുന്നത് ഓ സെയിം ആയിട്ടുണ്ട്, അതായത് മൂന്നാമത് കിടക്കുന്നതും ഈ വേർഡിൻ്റെ രണ്ടാമത് കിടക്കുന്നതും സെയിമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂമറിക്കലിൻ്റെ അകത്ത് മൂന്നാമതും വേറൊരിടത്തും രണ്ടാമതും സെയിം നമ്പേഴ്സ് ഉണ്ടോ നോക്കണം. നോക്കിക്കേടാ, ഇത് കണ്ടോ, മൂന്നാമത് 4 കിടക്കുന്നത്, ഇവിടെ രണ്ടാമതും 4 കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം 1648 എന്ന് പറയുന്നത് ഇതായിരിക്കും, 3475 എന്ന് പറയുന്നത് ഇതായിരിക്കും, 2913 എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതുപോലെ കണ്ടോ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നീറ്റ് എങ്ങനെ എഴുതാൻ പറ്റും, NEAT. അപ്പോൾ നമ്മൾ നോക്കണം, ഫാസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞുല്ലോ, ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എഴുതിയത് 2913 ആയിട്ടാണ്. സ്ലോയിനെ ഞാൻ എഴുതിയത് 1648 ആയിട്ടാണ്. ടോണിനെ ഞാൻ എഴുതിയത് 3475 ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ പ്ലേസിൽ ഇവിടെ വന്നേക്കുന്ന 7 അല്ലേ, അപ്പോൾ 7. ഇയുടെ പ്ലേസിൽ ഇവിടെ വന്നേക്കുന്നത് എത്രയാണ്, 5 അല്ലേ, അപ്പോൾ 5. എയുടെ പ്ലേസ് ഇവിടെ എയുടെ പ്ലേസ് വന്നേക്കുന്നത് എന്താ, 9. ടിയുടെ പ്ലേസ് വന്നേക്കുന്നത് 3. ആൻസർ കിട്ടി. അതുപോലത്തെ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഇത് വേർഡ്സ് ടെക്സ്റ്റ് എക്സാം ഈസ്റ്റ് കോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോട്ട് നെസസറിലി ഇൻ ദാറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാറ്റ് എന്നുള്ളത് കോഡ് ചെയ്യുക. ഓക്കെ, ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫെബ്രുവരി 2025 ക്വസ്റ്റ്യൻ ആണ്, നോക്കണം കേട്ടോ. ഇത് 2025 ക്വസ്റ്റ്യൻ ആണ്. എന്നുവെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ള CSIR നെറ്റ് ഫെബിലെ ക്വസ്റ്റ്യൻ ആണ് ഇതും. അതുപോലെ തന്നെ മുകളിലത്തേതും 2025 തന്നെ ക്വസ്റ്റ്യൻ ആണ് CSIRൻ്റെ. ഇനിയും ഗേറ്റിലെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പിന്നെ പർട്ടിക്കുലർ കോഡ് ലാംഗ്വേജ് ഇഫ് ട്രെയിൻ ഈസ് കോഡഡ് ആസ് ഇങ്ങനെ. ഇത് ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. CSIRൻ്റെ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ട്രെയിൻസിനെ നമ്മൾ കോഡ് ചെയ്തേക്കുന്ന ഇവർ RTIASN ആയിട്ടാണ് കോഡ് ചെയ്തേക്കുന്നത്. ഇത് +1ഉം റിവേഴ്സും ഒന്നുമല്ല. ഇതൊന്ന് ശരിക്കും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതിങ്ങനെയാണ് പോയിരിക്കുന്നത്. Tയും Rഉം ട്വിസ്റ്റ് ചെയ്തു, അത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. Aയും Iയും ട്വിസ്റ്റ് ചെയ്തു, Nഉം Sഉം ട്വിസ്റ്റ് ചെയ്തു അല്ലേ. അതായത് Tയുടെ പ്ലേസിൽ R വന്നു, Aയുടെ പ്ലേസിൽ I വന്നു.
എയുടെ പ്ലേസിൽ ഐ വന്നു, ഐയുടെ പ്ലേസിൽ മാറി മാറി എ വന്നു, എസിൻ്റെ പ്ലേസിൽ എൻ വന്നു. മനസ്സിലായോ ഇത്? ട്രെയിൻസാണ്. ഓക്കെ, ട്രെയിൻസാണ്. അപ്പോൾ ഇത് മാറി ആർ ടി എന്നായി, ഇത് മാറി ഐ എ എന്നായി, ഇത് മാറി എസ് എൻ എന്നായി. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് പിസ്റ്റൽ എങ്ങനെ എഴുതാൻ പറ്റും? ഐ പി, ഇത് മാറി ടി എസ്, ഇത് മാറി യെല്ലോ. ഇങ്ങനെ എഴുതാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെ ഇത് ഗേറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഇൻ എ കോഡ് ലാംഗ്വേജ് ഇഫ് ഷുഗർ ഈസ് കോഡഡ് ആസ്. ഷുഗർ എന്ന് പറയുന്നത് കോഡ് ചെയ്തേക്കുന്നത് PKLTN വെച്ചിട്ടാണ്. ആൻഡ് ടി കോഡ് ചെയ്തേക്കുന്നത് QGT വെച്ചിട്ടാണ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സും അല്ല, +1 +2 ഒന്നും അല്ല. അതുപോലെ തന്നെ എന്നുവെച്ചാൽ ഒരു ലെറ്റർ +1 ആയിട്ട് കഴിയില്ല, എല്ലാം അതുപോലെ ആവണം, എല്ലാം +2 അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റ് ആണ് നമുക്ക് കോഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യം ഇല്ലാതെ ഒരിക്കലും ലാംഗ്വേജ് കോഡ് ചെയ്ത് തരത്തില്ല. ഇപ്പോൾ ഷുഗർ ഒന്നെങ്കിൽ അതിൻ്റെ റിവേഴ്സിലായിരിക്കണം കോഡ് ചെയ്ത് തരേണ്ടത്, അല്ലെങ്കിൽ +1 +2 +3 ഏതെങ്കിലും ഒരു ആൽഫബറ്റിൻ്റെ ഓർഡറിലായിരിക്കണം കോഡ് ചെയ്തേക്കുന്നത്. ഇത് അതൊന്നും അല്ലെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഷുഗറിലുള്ള എസ് എന്ന് വെച്ചാൽ പി, യു എന്ന് വെച്ചാൽ കെ, ജി എന്ന് വെച്ചാൽ എൽ, എ എന്ന് വെച്ചാൽ ടി, ആർ എന്ന് വെച്ചാൽ എൻ എന്നാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഈ ക്വസ്റ്റ്യൻ. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ബൈ സ്റ്റഡിങ് ഓൾ ദിസ് കൺസെപ്റ്റ്സ് ഓർ ഓൾ ദിസ് റൂൾസ്. ഈ കൺസെപ്റ്റും ഈ റൂൾസും പഠിച്ചാൽ മാത്രമേ ദെൻ ഓൺലി യു ക്യാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ യു ക്യാൻ ഈ ഓരോ ക്വസ്റ്റ്യൻസുമായിട്ട് എങ്ങനെ അതിനെ കാണണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ ദ ഓൺലി വേ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് ദ CSIR ഓർ ദ ഗേറ്റ് ആസ്ക്ഡ് എന്നുള്ളത് അപ്പോൺ ടു യു അല്ലേ, എത്രമാത്രം സ്മാർട്ടായിട്ട് അത് മനസ്സിലായെന്നുള്ളത് നിങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം ഇത് ഡയറക്റ്റ് തന്നിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഗ്രേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് കാണാൻ ഇവിടെ ജിയുടെ സ്ഥാനത്ത് എന്താ തന്നേക്കുന്നത്? എല്ലാണ്. ആറിൻ്റെ പ്ലേസിൽ എൻ ആണ്, ഇയുടെ പ്ലേസിൽ ജി ആണ്, എയുടെ പ്ലേസിൽ ടി ആണ്, ടിയുടെ പ്ലേസിൽ ക്യൂ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് കാണും കേട്ടോ, ഞാൻ ഓപ്ഷൻസ് എഴുതാതിരുന്നതാണ്, ഓപ്ഷൻസ് കാണും. ഓക്കെ, പിന്നെ ഇതും അതുപോലത്തെ ഇത് ഓൾറെഡി നമ്മൾ CSIRന് ചെയ്തതാണ് കേട്ടോ. ഈ സ്കൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ചെയ്തതാണ്. ഇത് ഗേറ്റിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ഗേറ്റിൻ്റെയും കൂടെ സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോകും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സെക്ഷനാണ്. ഇതിനെന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ അത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്ന് പഠിക്കുക. കുറച്ച് മണിക്കൂർ നമുക്ക് എടുക്കും, പക്ഷേ നമ്മൾ ഇരിക്കുന്ന സമയം നന്നായിട്ട് പഠിക്കുക. എൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ പഠിച്ചു പോവുക. അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്നൊരു ടിപ്പൂടെ പറഞ്ഞുതരാം. ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ChatGPT യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടിപ്പ് മിസ്സ് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾ ചോദിക്കുക, ഇപ്പം നിങ്ങൾക്ക് മിസ്സിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡീകോഡിങ്ങും കോഡിങ്ങും എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. അപ്പോൾ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഹെൽപ്പോടുകൂടെ കുറച്ചും കൂടെ കാര്യങ്ങൾ വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, സമയമുണ്ടെങ്കിൽ മാത്രം. പിന്നെ വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്സ്ട്രാ വീഡിയോസ് കാണണമെങ്കിൽ ഇനിയും കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വേണ്ടെങ്കിൽ വേണ്ട, കാരണം ഞാൻ പ്രീവിയസ് ഇയേഴ്സും കൂടെയാണ് ഡിസ്കസ് ചെയ്ത് പോയേക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയാവും. ഇനി ഗേറ്റിൻ്റെ സിലബസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഇനിയുള്ള ക്ലാസ്സസ് നമുക്ക് മാക്സിമം ഇടാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ക്ലാസ്സസും കൺസെപ്റ്റുകളും ഇടാനായിട്ട് മാക്സിമം നോക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.